ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് 9ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠമായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം പുതിയ ഭാഗങ്ങളാണ് അതിലേക്ക് കൂട്ടിച്ചേർത്തതെന്നും എത്രത്തോളം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്നും അല്ലേ. അപ്പോൾ ഈ അടുത്തായിട്ട് ചോദിച്ചിട്ടുള്ള പല ചോദ്യങ്ങളും വന്നിട്ടുള്ളതും ആ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠമാണ്. 7ാം ക്ലാസ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കുറച്ച് കാണണ്ട. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇമ്പോർട്ടൻസ് തോന്നിയിട്ടുള്ള ഒരു പാഠമാണിത്. ഇപ്പൊ LDC പരീക്ഷയ്ക്കാണെങ്കിലും LGS പരീക്ഷയ്ക്കാണെങ്കിലും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും അത് ചെയ്തിട്ടുണ്ടെന്നുള്ള വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കാൻ വേണ്ടിക്കൊണ്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ആണ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്തിട്ട് പോവുക. മാത്രമല്ല മൊത്തമായിട്ട് വീഡിയോ കാണാൻ വേണ്ടിക്കൊണ്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ചാപ്റ്ററിലുള്ള മൊത്തം പോയിന്റ്സും, അതായത് ഓരോ സ്റ്റേറ്റ്മെന്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നിങ്ങൾ ഇതിനെ ഓരോന്നിനെയും കാണേണ്ടത്. അപ്പോൾ മൊത്തമായിട്ട് കണ്ടിട്ട് നോട്ട് എഴുതാനൊന്നും നിൽക്കുന്നില്ലെങ്കിലും ഞാൻ അത് വായിച്ച് പഠിക്കാൻ വേണ്ടിക്കൊണ്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കാം. ഭരണഘടന വഴിയും വഴികാട്ടിയും 7ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠാണ്. നോക്കുക, ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് ഗാന്ധിജിയുടെ ഒരു ഒരു വാക്യമാണ്. നോക്കിയേ, ഗാന്ധിജി എന്താ പറയുന്നത്? എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാവുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം. അപ്പോൾ ആൾ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ മഹാത്മാഗാന്ധി പറയുന്നത് എന്താണ്? നമ്മുടെ ഭാവി ഭരണഘടന ഇങ്ങനെയായിരിക്കണം, എല്ലാ വിഭാഗക്കാർക്കും ഈക്വൽ ആയിട്ട് പ്രാതിനിധ്യം അതിനകത്ത് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഈക്വൽ ആയിട്ട് പ്രൊട്ടക്ഷൻ ഭരണഘടന കൊടുക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ അവർക്ക് വരുത്തിയിരിക്കണം, അല്ലെ? തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ, പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാവുന്ന ഇന്ത്യ. ഉദ്ദേശിക്കുന്ന എന്താ? ഈ 2 വാക്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, സമത്വമുള്ള ഒരു ഇന്ത്യയാണ്, അല്ലെങ്കിൽ സമത്വത്തിന് മുൻഗണന കൽപ്പിക്കുന്ന ഒരു ഭരണഘടനയാണ് നമുക്ക് ആവശ്യം. അതിനു വേണ്ടിക്കൊണ്ട് ഞാൻ പരിശ്രമിക്കും എന്നുള്ളതാണ് ആര് പറഞ്ഞിട്ടുള്ളത്? മഹാത്മാഗാന്ധി. അപ്പൊ ഇതില്ലേ, ചിലപ്പോൾ മൊത്തമായിട്ട് ഇത് ചോദിച്ചൊന്നുണ്ടാവില്ല. ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു സെന്റൻസ് മാത്രം എടുത്തിട്ട് അങ്ങോട്ട് തരും, ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു സെന്റൻസ് മാത്രം എടുത്തിട്ട് അങ്ങോട്ട് തരും. പെട്ടുപോകരുത്, നമ്മൾ കൃത്യമായിട്ട് ഓർമ്മ വേണം. നമ്മളിത് ചില സമയം എക്സാമുകളിൽ നിന്ന് കാണുമ്പോൾ വിചാരിക്കും BR അംബേദ്കർ പറഞ്ഞത്, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു ആണെന്നൊക്കെ വിചാരിക്കും. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക, മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്, ഭരണഘടനാ നിർമ്മാണ സഭയിലുള്ള ഒരംഗത്തിന്റെയും വാക്കുകളല്ല. ക്ലിയർ അല്ലേ? നോക്കാം നമുക്ക്. ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം. നമുക്കറിയാം, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു എന്ത്? 1857 സ്വാതന്ത്ര്യ സമരം. പല വിഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ഓരോരോ പ്രാദേശിക സ്ഥലങ്ങളിൽ എന്തായിരുന്നു, ഓരോ നേതാക്കന്മാരായിരുന്നു, അല്ലെ, ഓരോ സ്ഥലത്തായിട്ട്. പക്ഷെ എന്തുകൊണ്ട് ആ ഒരു സമരം പരാജയപ്പെടാൻ കാരണം? അതിനൊരു സംഘടിത ഘടനയില്ലായിരുന്നു, അതിനൊരു ഒത്തൊരുമ ഇല്ലാത്തത് കൊണ്ടാണ്. സൈനികരായിക്കോട്ടെ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാര്, പ്രഭുക്കന്മാര്, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് എന്ത് ചെയ്തത്? ഈ സമരത്തിൽ പങ്കാളികളായത്. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂടെയുള്ള ദേശീയ ബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. സംഭവം ഇതൊരു ഫെയിലിയർ ആണെങ്കിലും ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദം ഉണ്ടാക്കുന്നതിനും ദേശീയ ബോധം വളർത്തുന്നതിനും ഈ സമരം എന്തായി? സഹായകമായി. അപ്പൊ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ വായിച്ചത് പോവാട്ടോ. ദേശീയ ബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രാദേശിക സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു. അപ്പം വിവിധ ഭാഗങ്ങളിൽ എന്ത് ചെയ്തു? കുറെ സംഘടനകളൊക്കെ ഉണ്ടായി. എന്തിനും എതിരെ വേണ്ടിക്കൊണ്ട്? ഈ ബ്രിട്ടീഷുകാർക്കെതിരെ. പക്ഷെ ഈ സംഘടനകൾക്കൊന്നും തന്നെ എന്തില്ലായിരുന്നു? ഒരു ഏകീകൃത ഘടനയില്ലായിരുന്നു. അങ്ങനെ ഒരു ഏകീകൃത ഘടനയോടെ മൊത്തം ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു സംഘടനയായിരുന്നു ഇത്. 1885 രൂപീകരിച്ച ആ ഒരു വാക്ക് ഞാൻ പറഞ്ഞാൽ മതി, ബാക്കി നിങ്ങൾക്ക് അറിയാം, അല്ലെ? INC എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇവിടെ പറയുന്നത് നോക്കിയേ, ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ,
പൂനെ സാർവജനിക് സഭ, ഇതൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ്. അതായത് പ്രാദേശിക സംഘടനകൾക്ക് ഉദാഹരണങ്ങളാണ്. പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു സംഘടന. അപ്പൊ ഇതൊക്കെ എങ്ങനെയായിരുന്നു? ഓരോരോ ഗ്രാമങ്ങളിലും മാത്രമായിട്ട് ഇത് ഒതുങ്ങി. അതായത് ഇതിനെന്തില്ല, ദേശീയ തലത്തിൽ അത് മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സംഘടിത സ്വഭാവം ഇല്ലായിരുന്നു. എന്നാൽ ദേശീയ തലത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു സംഘടനയായിരുന്നു ഇത് 1885 രൂപീകൃതമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വന്നു ഒരു സംഘടിത സ്വഭാവം കൈവന്നു. പിന്നെ പറയുന്നത് നോക്കിയേ, ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായ ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക, ഇതൊക്കെയായിരുന്നു ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്നാ പറയുന്നത്. അപ്പൊ ഇത് രണ്ടും താഴെ കൊടുത്തിരിക്കുന്നവയിൽ INCയുടെ ലക്ഷ്യത്തിൽ പെടാത്തത് ഏത്? ഓക്കെ, നോക്കി വെച്ചേ എന്തൊക്കെയാ പറയുന്നത്. ഒന്ന്, ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താ? ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം, നമ്മുടെ രാജ്യം ഇതാണെന്നുള്ളൊരു ദേശീയ ബോധം, വൈവിധ്യങ്ങളൊക്കെ മറന്ന് ഇതാണ് നമ്മുടെ രാജ്യം എന്നുള്ളൊരു ദേശീയ ബോധം വളർത്തിയെടുക്കാൻ വേണ്ടിക്കൊണ്ടാണ് എന്ത് ചെയ്തത്? INC മെയിൻ ആയിട്ടും നോക്കിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇനി നോക്ക്, വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. അപ്പൊ എന്താ പറയുന്നത്? ഒന്നാമത്തെ, വിദേശ ഭരണം അവസാനിപ്പിച്ച് അവരെവിടെ നിന്ന് പറഞ്ഞയക്കുക എന്നുള്ളത് മാത്രമല്ല ലക്ഷ്യം, എന്തും കൂടെയാണ് ഓരോ ഇന്ത്യക്കാരനും മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാക്കുക എന്നുള്ളതും. ഓക്കെ, സമരത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും തീവ്ര ദേശീയവാദം, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് INC പഠിക്കുന്ന സമയത്ത് മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒക്കെ ഭയങ്കരമായിട്ട് സംഘടനകളും അവരുടെ ആശയപരമായിട്ട് വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ഈ ദേശീയ പ്രസ്ഥാനം എന്ത് ചെയ്തിട്ടുള്ളായിരുന്നു? മുന്നോട്ട് പോയിരുന്നത്. ഇതൊന്നും ഭരണഘടനയെ ബാധിക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഭരണഘടനയിലേക്കുള്ള പോയിന്റ്സ് അല്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞെത്തുന്നത് എന്തിലേക്കാണ്? ഭരണഘടനയിലേക്കാണ്. ക്ലിയർ അല്ലേ? ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. സ്റ്റേറ്റ്മെന്റ് നോക്കണേ, ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. അടുത്തത്, ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹ്യ നീതി, സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടന അടിത്തറയാക്കേണ്ടതെന്ന് ആര് പറഞ്ഞു? നേതാക്കൾ ആഗ്രഹിച്ചു. ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതിൽ ഭരണഘടനയിലേക്ക് എത്തിയില്ലേ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 1857 വിപ്ലവത്തിന്റെ കാര്യം പറഞ്ഞു. അതിനുശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ കുറെ പ്രാദേശിക സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു. പക്ഷെ അതിനൊന്നും എന്തില്ലായിരുന്നു? ഒരു സംഘടിത തലത്തിൽ അല്ലെങ്കിൽ ഒരു ദേശീയ തലത്തിൽ അതിനൊരു ഏകീകരണം ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ അങ്ങനെ വന്നിട്ടുള്ള ഒരു സംഘടനയായിരുന്നു INC. അങ്ങനെ INC വന്നതിന് ശേഷം കുറെ എന്ത് വന്നു? ദേശീയ തലത്തിൽ ആളുകൾക്കിടയിൽ ഒരു യൂണിറ്റി ഉണ്ടായി, അല്ലെ? അപ്പൊ അതിനുശേഷം ഗാന്ധിജിയുടെ വരവോടും കൂടെ എല്ലാവരുടെയും ഒരു സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പൊ ഈ നേതാക്കളുടെ ഒക്കെ സ്വപ്നം എന്തൊക്കെയായിരുന്നു? സ്വാതന്ത്ര്യം, പിന്നെ സമത്വം, പിന്നെ ഇതുപോലുള്ള സാഹോദര്യം, മതസൗഹാർദ്ദം, ഇതുപോലുള്ള ആശയങ്ങളൊക്കെ എവിടെ ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിച്ചു? ഭരണഘടനയിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു. ഓക്കെ, നമ്മൾ നോക്കാം. ഇവിടെ ഓരോന്നും കണ്ടോ? മതസൗഹാർദ്ദം, സാഹോദര്യം, ജനാധിപത്യം, നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിലും പറയുന്നത്. ഭരണഘടനയുടെ മുൻഗാമി, അതായത് ഇവിടെയുള്ള ഈ പറയുന്ന ഒരു കുട്ടി ഒരു സംശയമാണ് നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്താ പറയുന്നത്? ഇവിടെ 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. എന്നാൽ 1950 ജനുവരി 26 എന്ത് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതും ഭരണഘടന നിലവിൽ വരുന്നതും. അപ്പം 47 ബ്രിട്ടീഷുകാർ ഇവിടെ വിട്ടുപോയി. അത്രയും കാലം ബ്രിട്ടീഷുകാരാ ഭരിച്ചതെന്ന് നമുക്കറിയാം, അല്ലെ? കൊണ്ടുവന്ന ഓരോരോ നിയമത്തിന്റെ അടിസ്ഥാനമാക്കിയിട്ട്. അപ്പൊ അത് കഴിഞ്ഞ് 47 മുതൽ 50 വരെ ഇവിടെ ഭരണഘടന ഇല്ലാതെ എങ്ങനെ ഭരണം നടന്നു എന്നുള്ളതാണ് ഈ കുട്ടി ചോദിക്കുന്നത്. 47 മുതൽ, അതായത് 2.5 വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടന എന്നുള്ളത്. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ്, അല്ലെങ്കിൽ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമം, ഭരണഘടനയുടെ മുൻഗാമി എന്നൊക്കെ അറിയപ്പെടുന്ന നിയമം ഏതാണ്?
ബ്രിട്ടീഷുകാര് 1935 പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് എന്തറിയപ്പെടുന്നത്, ഭരണഘടനയുടെ മുൻഗാമി എന്നും പിന്നെ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത്. നോക്കണേ, റിപ്പബ്ലിക് ആയി മാറും വരെ നമ്മളെ രാജ്യം പിന്തുടരുന്നത് ഏത് നിയമമാണ്? 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഒരു പോയിന്റ് ആണ്, ഓർമ്മിച്ചു വെക്കുക. ഓക്കെ, നമ്മുടെ ഭരണഘടന പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നതോടെ പിന്നെ നമ്മൾ എന്തിനെ ആശ്രയിക്കാൻ തുടങ്ങി? ഭരണഘടനയെ ആശ്രയിക്കാൻ തുടങ്ങി. അപ്പം അതുവരെ എന്തായിരുന്നു? സ്വാതന്ത്ര്യം കിട്ടി റിപ്പബ്ലിക് ആവുന്നത് വരെ 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ ആശ്രയിച്ചിട്ടായിരുന്നു. അപ്പൊ ഈ 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അറിയപ്പെടുന്നത് എന്താ? ഭരണഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നു അല്ലെ. ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നതൊക്കെ എന്താണ്? ഈ 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് SCERT പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം നമുക്ക്. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ കൊണ്ടുവന്നു. 6 പ്രവിശ്യകളിൽ നോക്കുക, 321 ഭാഗങ്ങളും 10 പട്ടികകളുമായിരുന്നു എന്തിനുണ്ടായിരുന്നത്? ഈ ഒരു ആക്ടിൽ ഉണ്ടായിരുന്നത്. ക്ലിയർ അല്ലേ? 321 ഭാഗങ്ങളും 10 പട്ടികകളും നോക്കി വെക്കണേ, മറന്നു പോരുത്. അടുത്തത്, ദുർബല വിഭാഗങ്ങള്, സ്ത്രീകള്, പിന്നെ തൊഴിലാളികൾ, ഇവർക്കൊക്കെ ആയിട്ട് പ്രത്യേക മണ്ഡലങ്ങൾ കൊണ്ടുവന്നു. ആർക്കൊക്കെയാ? ദുർബല വിഭാഗങ്ങള്, സ്ത്രീകള്, പിന്നെയോ തൊഴിലാളികൾ, ഇവർക്കൊക്കെ ആയിട്ട് പ്രത്യേക മണ്ഡലങ്ങൾ. ഇനി കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ചു. അതായത് ഫെഡറലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം എവിടെ കൊണ്ടുവന്നു? ഈ ഒരു നിയമത്തിലൂടെ കൊണ്ടുവന്നു. ക്ലിയർ അല്ലേ? അതായത് അന്ന് കേന്ദ്രവും സംസ്ഥാനവും അല്ലേ അധികാരം വിഭജിക്കുന്നത്. അന്ന് സംസ്ഥാനങ്ങളില്ലല്ലോ. സംസ്ഥാനങ്ങൾക്ക് പകരം എന്താ ഉള്ളേ? പ്രവിശ്യ. അപ്പൊ കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കും എന്ത് ചെയ്തു? അധികാരം വിഭജിച്ചു. ഈ അധികാരം വിഭജിച്ച് ഭരണം നടത്തുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഫെഡറലിസം എന്ന് വിളിക്കുക. അപ്പൊ ഫെഡറലിസം എന്ന് പറഞ്ഞ ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള എപ്പോഴാ? ഈ 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയാ. അടുത്ത പോയിന്റ് നോക്കിയേ, കേന്ദ്രത്തിൽ എന്ത് കൊണ്ടുവന്നു? ദ്വിമണ്ഡല സഭ കൊണ്ടുവന്നു. നമ്മൾ ഇന്നും തുടരുന്നത് എന്താണ്? ഈ ഒരു ദ്വിമണ്ഡല സഭയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മിച്ചു വെക്കുക. 321 എന്താണ് വിഭാഗങ്ങളും പിന്നെ 10 പട്ടികകളുമാണ് ഉള്ളത്. പിന്നെ പ്രത്യേകമായിട്ട് എന്ത് കൊണ്ടു? മണ്ഡലങ്ങൾ കൊണ്ടുവന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ഫെഡറലിസം കൊണ്ടുവന്നു. പിന്നെ കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ, 6 പ്രവിശ്യകളിൽ അങ്ങനെ ദ്വിമണ്ഡല സഭയും കൊണ്ടുവന്നു. ക്ലിയർ അല്ലേ? ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് പിന്നെ നമ്മൾ പറഞ്ഞു 50 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നത്. 46 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത. അപ്പൊ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. നിർമ്മാണ സഭയുടെ സവിശേഷതകൾ എന്തൊക്കെയാന്ന് നോക്കിയേ. നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാ ആദ്യ സമ്മേളനം? 46 ഡിസംബർ 9 ആദ്യ സമ്മേളനം. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡിസംബർ 11 തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനാണ് രാജേന്ദ്ര പ്രസാദ്. ഇതൊക്കെ സിമ്പിൾ പോയിന്റ്സ് ആണ്, അറിയാം. നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോക്കി പോവാ. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 49 നവംബർ 26 ഭരണഘടന അംഗീകരിച്ചത് ഏത് ദിവസമാണ്? 49 നവംബർ 26. ഈ നവംബർ 26 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? ഭരണഘടനാ ദിനമായിട്ടും നിയമദിനമായിട്ടൊക്കെ ആചരിക്കുന്നത്. നിലവിൽ വന്നതും ഇന്ത്യ റിപ്പബ്ലിക് ആയതൊക്കെ എപ്പോഴാ? 50 ജനുവരി 26. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? BR അംബേദ്കർ ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് എന്ത് ചെയ്തത്? ഭരണഘടനയ്ക്കായിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തത്. ക്ലിയർ അല്ലേ? ഇതൊക്കെയാണെന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ. ക്ലിയർ അല്ലേ? ഇനി നോക്ക്, ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കുണ്ടായിരുന്നു. അതായത് നമ്മൾ ഭരണഘടന പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് നോക്കാം, പല സൗകര്യങ്ങൾ നമുക്കുണ്ട്. അന്ന് 1950 ഈ ഒരു കാലഘട്ടം അല്ലെങ്കിൽ 46 എന്ന് പറഞ്ഞ ഈ ഒരു സമയത്തൊന്നും ഇന്റർനെറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇവരെന്താ മെയിനായിട്ട് ചെയ്തത്? 10-20ഓളം ഭരണഘടനയെ അതായത് വേറെ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ഭരണഘടനകൾ എന്ത് ചെയ്തു? എടുത്തു വെച്ചു. അതിൽ നിന്നുള്ള നല്ല ഭാഗങ്ങൾ, ഒരു കഴിവതും നല്ല ഭാഗങ്ങൾ എന്തിലേക്ക് ഉൾപ്പെടുത്തി? നമ്മുടെ ഭരണഘടനയിലേക്ക് ഉൾപ്പെടുത്തി. അപ്പൊ നമ്മുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും മികച്ചതായിരിക്കണം എന്ന് ആർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു? ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ക്ലിയർ അല്ലേ?
നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പി, അപ്പൊ ഭരണഘടനയുടെ ശില്പിയാണ് BR അംബേദ്കർ. 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. അവിടുന്ന് നല്ല കാര്യങ്ങൾ എന്ത് ചെയ്തു, നമ്മുടെയിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, അതിലുള്ള ഒരു കാര്യം അതേപോലെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇന്ത്യയുടെ വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, പിന്നെ സംസ്കാരം, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കാര്യം ഇങ്ങോട്ടേക്ക് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് കഴിയുള്ളൂ. അപ്പൊ ഇത് ഓർത്തു വയ്ക്കുക കേട്ടോ. ഇനി സവിശേഷതകൾ, ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാ? 50 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 ആർട്ടിക്കിളും 8 പട്ടികയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, എന്തൊക്കെയാ അതിന്റെ സവിശേഷതകൾ? 1, പാർലമെന്ററി ജനാധിപത്യം. നോക്കിയേ, രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ എന്ത് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു. ജനങ്ങളുടെ പരമാധികാരം. നോക്കിയേ, രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും എവിടെ നിന്നാണ്? ജനങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പരമാധികാരി ആരവിടെ? ജനങ്ങളാ. അപ്പൊ കാര്യനിർവഹണ വിഭാഗത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ഭരണാധികാരികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നുണ്ട്. പിന്നെ പരമാധികാരം ആർക്കാന്ന് പറഞ്ഞു? ജനങ്ങൾക്കാണ്. ഇനി മൗലികാവകാശങ്ങൾ, അടുത്ത ഓരോ വ്യക്തിക്കും കിട്ടേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള അവകാശങ്ങളാണ് അടുത്തൊരു സവിശേഷത. പിന്നെ മൗലിക കടമകൾ, നമ്മൾ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കടമകൾ. മാർഗനിർദ്ദേശക തത്വങ്ങൾ, രാഷ്ട്രം നിയമനിർമ്മാണത്തിലൊക്കെ പാലിക്കേണ്ട കാര്യങ്ങൾ. അത് മാത്രമല്ല, സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളും എന്തിലാണ്? ഈ നിർദ്ദേശക തത്വത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിയമവാഴ്ച. എന്താ നിയമവാഴ്ച? എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയതര. ആരും എന്തല്ല? നിയമത്തിന് മുകളിലല്ല, നിയമമാണ് ഇവിടെ. അപ്പൊ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇത് രാജവാഴ്ച. രാജവാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ? രാജാവ് തീരുമാനിക്കുന്നതിനനുസരിച്ച്. ഇവിടെ അങ്ങനെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? അല്ല, എല്ലാവരും എന്തിനനുസരിച്ചാണ് നിൽക്കുന്നത്? നിയമത്തിന്. അതാണ് നിയമവാഴ്ച. പിന്നെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ജാതി, മതം, ഭാഷ, അല്ലെ, എല്ലാം ഭേദമന്യേ പ്രായപൂർത്തിയായവർ എല്ലാവർക്കുള്ള വോട്ടവകാശം നമ്മൾ എന്ത് വിളിക്കുന്നത്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് വിളിക്കുന്നത്. ഭരണഘടനയുടെ അടുത്ത സവിശേഷത. പിന്നെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ, നിഷ്പക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാർഷ്യാലിറ്റി ഒന്നും ഇല്ലാത്ത സ്വതന്ത്രമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ അടുത്ത സവിശേഷതകളാണ്. പിന്നെ അടുത്ത മെയിൻ ആയിട്ടുള്ള സവിശേഷതയാണ് എന്ത്? ഫെഡറലിസം. ഈ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ കഴിഞ്ഞ ചാപ്റ്ററിൽ, അതായത് കഴിഞ്ഞ 9ാം ക്ലാസ്സിലെ പാഠത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക? അത് പോയിട്ട് പഠിക്കുക. അടുത്തത് ഏക പൗരത്വം. മറ്റു രാജ്യത്തിലുള്ളതിനെ പോലെ എന്തല്ല, ഇരട്ട പൗരത്വം ഒന്നും അല്ല ഇവിടെ ഉള്ളത്. എന്താണ്? ഏക പൗരത്വമാണ്. രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ. സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക പൗരത്വം ഇല്ല. അത് മാത്രമല്ല, നമുക്ക് എന്തില്ല, നമ്മുടെ രാജ്യത്തെ പൗരത്വം എടുക്കുന്ന സമയത്ത് വേറൊരു രാജ്യത്തിന്റെ പൗരത്വം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്വീകരിക്കാൻ വേണ്ടിക്കൊണ്ട് കഴിയില്ല. അപ്പൊ ഇതൊക്കെയാണ് എന്ത്? നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളിൽ വരുന്നത്. ഇനി നിയമങ്ങളുടെ ഉറവിടം. എങ്ങനെയാണ് ഇന്ത്യയിൽ നിയമങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നും ആ നിയമങ്ങളുടെ ഉറവിടത്തിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമ സംഹിതയാണ്. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഏതൊരു നിയമവും നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പം വിവരാവകാശ നിയമം എന്ന് പറഞ്ഞൊരു നിയമം 2005 വരുന്നു. അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കൊണ്ടുവരാൻ വേണ്ടി കൊണ്ട് കഴിയില്ല. മനുഷ്യാവകാശ നിയമം എന്ന് പറഞ്ഞൊരു നിയമം 93 വരുന്നു, അല്ലെ? 93 സെപ്റ്റംബർ 28 പാസ്സാക്കുന്നത്. അപ്പൊ ആ നിയമം പാസ്സാക്കുമ്പോൾ അത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം? ഭരണഘടനയെ അനുസൃതാക്കിയിട്ടായിരിക്കണം. അല്ലെങ്കിൽ അതിന് അതീതമായിട്ട് വേറെ ഒരു വ്യാഖ്യാനമൊക്കെ കൊടുത്തിട്ടാണ് അത് കൊണ്ടുവരുന്നതെങ്കിൽ എന്താ ചെയ്യുക? ആ നിയമത്തിന് ജുഡീഷ്യൽ റിവ്യൂയിലൂടെ റദ്ദാക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. ക്ലിയർ അല്ലേ? ഇനി സർക്കാരുകൾക്ക് നിയമം നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ചിരിക്കുന്നു. അപ്പൊ സർക്കാരുകൾക്ക് നിയമം കൊണ്ടുവരാം, നടപ്പിലാക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ എന്തിനടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം? ഈ ഭരണഘടനയെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം. അല്ലെങ്കിൽ ഭരണഘടനയെ എന്ത് ചെയ്യാൻ പാടില്ല? വിട്ടുപോകാൻ വേണ്ടിക്കൊണ്ട് പാടില്ല. അപ്പം അങ്ങനെ വന്നിട്ടുള്ള കുറെ നിയമങ്ങളുടെ പേരുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് ഒരു നിയമം ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു നിയമം നമുക്ക് എവിടെ ഉണ്ട്? സിലബസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നോക്കണേ, ഏതാണ് നിയമം? പ്രിവെൻഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം ഏതാണ്? പോക്സോ, അല്ലെ? പ്രിവെൻഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ്. ഏതാണ് വർഷം? 2012. നോക്കണേ, കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമണങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും 89 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നു. ഇനിയുള്ള ഓരോ
പോയിന്റും നിങ്ങൾ എന്തായിട്ട് കണക്കാക്കുക, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണക്കാക്കുക. കാരണം എന്താ വെച്ചാൽ ഇത് സുപ്രധാന നിയമം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് പറഞ്ഞിട്ടുള്ള അല്ലെ കൃത്യമായിട്ട് എടുത്തു പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇപ്പൊ പോലീസ് പോലുള്ള എക്സാമുകൾക്കൊക്കെ ആണെങ്കിൽ നല്ല മാർക്കിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. നോക്കാം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ, അതായത് ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും, നോക്കണേ, 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും ഇവിടെ എന്താ കുട്ടിയായിട്ടാണ് പരിഗണിക്കുന്നത്. നോക്കണം, ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടും വന്ന നിയമമാണ് ഇത് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. ബാലസൗഹൃദ നടപടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പോക്സോ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ മൊഴിയെടുക്കുന്ന സമയത്തൊന്നും പോലീസ് ഉദ്യോഗസ്ഥന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കുട്ടീനെ ഭേദിപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ യൂണിഫോമിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊന്നും അവിടെ വരാൻ പാടില്ല എന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ പോക്സോ നിയമം കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള ട്രോമ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാക്കാത്ത രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ നടപടിക്രമങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ട് വെച്ചിട്ടുള്ളത് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത് ബാലസൗഹൃദ നടപടിക്രമങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പം 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും ലിംഗഭേദമില്ലാതെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്, കുട്ടിയായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ എല്ലാ കാര്യങ്ങളും ഇവിടെ എടുത്തു പറയുന്നുണ്ട്. സ്പർശനമായാലും നോട്ടമായാലും പ്രവൃത്തിയായാലും ഇതെല്ലാം എന്തായിട്ടാണ് കണക്കാക്കുന്നത്, അതിക്രമമായിട്ടാണ് കണക്കാക്കുന്നത്. അവ തിരിച്ചറിയുവാൻ കഴിയണം. ഇത്തരം പ്രവർത്തികളോട് അരുത് എന്ന് പറയുവാനും അകറ്റി നിർത്തുവാനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ, ഇന്നത്തെ സമൂഹത്തിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കൂടി വരികയാണ് അല്ലെ. 7ാം ക്ലാസ്സിലാണ് ഈ ഒരു പാഠം ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ എന്തിനാണ്, കുട്ടികൾക്ക് കുറച്ചും കൂടി ഈ കാര്യത്തിനെ കുറിച്ച് ബോധ്യം വരുത്താനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാം 7ാം ക്ലാസ്സിൽ എന്തെല്ലോ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തിനാണെന്ന് ഇപ്പം ജീവിതത്തിൽ അപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അല്ല. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ത് ചെയ്യാണ്, ഇതിനനുസരിച്ച് മാറി വരികയാണ്. നമ്മൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ. ഇനി ലൈംഗിക അതിക്രമണ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം ആർക്കാണ്, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസിനോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു. വകുപ്പ് 19 എന്താ പറയുന്നത്, ഇതുപോലെ ഒരു എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ, ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വകുപ്പ് 19 പ്രകാരം എന്ത് ചെയ്യണം, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിനോ ഇത് റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്നു. എന്താണ് അറിയപ്പെടുന്നത്, ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ. ഇവിടെ അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് CWPO. അപ്പം ചിലപ്പോൾ അധികവും ഇപ്പം ഷോർട്ട് ഫോം ആണല്ലോ കൂടുതലായിട്ട് PSC ചോദിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ഈ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസറിനൊന്നും കൊടുക്കൂല. ഇത് എങ്ങനെയായിരിക്കും തരിക, പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ CWPO എന്ന പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെ മാത്രം തന്നെന്ന് വരാം. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ 44ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ആ നിരീക്ഷണ സംവിധാനത്തിന് പറയുന്ന എന്താണ് പറയുന്നത്, പോക്സോ മോണിറ്ററിംഗ് സെൽ. എന്താ പറയുന്നത്, പോക്സോ മോണിറ്ററിംഗ് സെൽ. അതിനെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്, 44ാം വകുപ്പാണ്. പോക്സോ നിയമത്തിലെ 44ാം വകുപ്പും പിന്നെ 19ാമത്തെ വകുപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പാഠഭാഗത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ. അപ്പൊ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്, ചിലത് ഞാൻ എടുത്തു പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത നോക്കാം, ഭരണഘടനയുടെ ധർമ്മങ്ങളാണ് പറയുന്നത്. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. എന്താ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞാൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സ് ആയിട്ടുള്ള എന്താണ്, സംസ്കാരങ്ങളാണ്, ഭാഷയാണ്, ജാതിയാണ്, മതമാണ് അല്ലെ, ഭൂമിശാസ്ത്രപരമായിട്ട് എല്ലാം ഡൈവേഴ്സ് ആണ്. എന്നാൽ അതിനൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു യൂണിറ്റി കൊണ്ടുവരുന്നു. അടുത്തത്, രാജ്യത്തെ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു. അടുത്തത് ഒന്നും പറയേണ്ട ആവശ്യമില്ല, പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. ഗവൺമെന്റിന്റെ അധികാരത്തിന് കൃത്യമായിട്ട്, അതായത് കാര്യനിർവഹണ വിഭാഗത്തിനും നിയമനിർമ്മാണ വിഭാഗത്തിനും നീതിന്യായ വിഭാഗത്തിനൊക്കെ കൃത്യമായിട്ട് പരിധി നിശ്ചയിക്കുന്നു. രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും എന്തൊക്കെയാണ്, ലക്ഷ്യങ്ങൾ എന്നുള്ളത്, ആദർശങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നിർവചിക്കുന്നു. പിന്നെ രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായിട്ട്, ദിശാബോധം നൽകുന്ന ഇനി എങ്ങനെയാണ് രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് പറയുന്നത് എവിടെയാണ്, ഭരിക്കാനുള്ള ഘടനയാണ് അല്ലെ. എന്തെന്ന് പറയുന്നത്, ഭരണഘടന എന്ന് പറയുന്നത്. അടുത്തത്, സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായി
സംരക്ഷണ കവചമായിട്ട് പ്രവർത്തിക്കുന്നത് എന്ത് തന്നെയാണ്? ഭരണഘടന തന്നെയാണ്. നമുക്കൊരു ഭരണഘടന ഉള്ളത് കൊണ്ടാണ് പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ഭരിച്ച പോലെയും പണ്ട് ഇവിടെ രാജഭരണം നടന്ന പോലെയും ഒന്നും എന്ത് ചെയ്യാത്തത്, ഇപ്പൊ ഇവിടെ നടക്കാത്തത്, അല്ലെ? കൃത്യമായിട്ടുള്ളൊരു ഭരണഘടന ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ അല്ലേ? ക്ലിയർ? ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയാ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിയേ, 50 ജനുവരി 26 എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ട് എന്താ, ഭേദഗതി 1. ഇവിടെ ഹെഡിങ് കൊടുത്തത് നിങ്ങൾ കണ്ടോ, മാറ്റിയും തിരുത്തിയും മുന്നോട്ട്. ഭേദഗതികളെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. ഭരണഘടനയിൽ മാറ്റലുകളും തിരുത്തലുകളും ഒക്കെ വരുത്തുന്നതിന് നമ്മൾ എന്താ വിളിക്കുക, ഭേദഗതി എന്നാ പറയാ. 1ാം ഭേദഗതിയിൽ എന്ത് ചെയ്തു, പട്ടികകളുടെ എണ്ണം 9 നമ്മളിപ്പോ പഠിച്ചേ ഉള്ളൂ. 395 ആർട്ടിക്കിളും 22 ഭാഗങ്ങളും 8 പട്ടികയും. അപ്പൊ 1ാം ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു, പട്ടികയുടെ എണ്ണം 9. നമുക്കറിയാം 1ാം ഭേദഗതി ഭൂപരിഷ്കരണ നിയമത്തിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത നോക്കിയേ, ഇവിടെ കൊടുത്തിട്ടുള്ള എന്താ, ഭേദഗതി 42 1976 മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത, ഇതൊക്കെ എന്തിലേക്ക് കൂട്ടിച്ചേർത്തു, ആമുഖത്തിലേക്ക് കൂട്ടിച്ചേർത്തു. അടുത്ത നോക്കിയേ, ഭേദഗതി 44 സ്വത്തവകാശം എന്ത് ചെയ്തു, മൗലികാവകാശങ്ങൾ നീക്കം ചെയ്ത് നിയമാവകാശാക്കി മാറ്റി. അതിലൊക്കെ വർഷങ്ങൾ പറയുന്നുണ്ട്, ഭേദഗതിന്റെ താഴെ വർഷങ്ങൾ. 51 1ാം ഭേദഗതി, 76 42ാം ഭേദഗതി, 78 44ാം ഭേദഗതി, 73 74 ഭേദഗതി, 92 എന്താണ് നടപ്പിലാക്കുന്നത്, പഞ്ചായത്ത് രാജും പിന്നെ നഗരപാലികയും. 86ാം ഭേദഗതി എന്ത് ചെയ്തു, വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി. വർഷം 2002. അടുത്തത് 101ാം ഭേദഗതി 2016 GST എന്താ, ചരക്കു സേവന നികുതി, അല്ലെ? അടുത്തത് ഏറ്റവും അവസാനത്തെ ഭേദഗതിന്റെ ഇവിടെ എഴുതാനാ പറയുന്നത്. ഏതാണ് അവസാനത്തെ ഭേദഗതി? 106ാം ഭേദഗതി, അല്ലെ? നാരി ശക്തി വന്ദൻ അധിനിയമം അല്ലെങ്കിൽ വനിതാ സംവരണ നിയമം എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ്, 106ാം ഭേദഗതി. അപ്പം ഭരണഘടന വന്നിട്ടുള്ള ഒരു മാറ്റങ്ങളാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു ട്രെയിൻ പോലെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനിയും മുന്നോട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇനിയും മാറ്റങ്ങളും തിരുത്തലുകളും കാലം മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാനുണ്ട്, ഇതിൽ വരാനുണ്ടെന്നാണ് പറയുന്നത്. നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ എന്താ വരുന്ന കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ പറഞ്ഞത്. നോക്കെ, രാജ്യത്ത് ഇനിയും യാഥാർത്ഥ്യമാകാതെ ഭൂപരിഷ്കരണം. അടുത്തത് സ്ത്രീധന നിരോധന നിയമം കടലാസിൽ തന്നെ. നമുക്ക് തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ അനുഭവമുള്ള കുറെ കേസുകൾ ഉണ്ട്, അല്ലെ? ഇനി മദ്യവിപത്ത് നിയമം കൊണ്ട് തടയാനാവില്ല, നിയമം കൊണ്ട് മാത്രം തടയാനാവില്ല. ബാലാവകാശ നിയമങ്ങൾ കർശനമാക്കണം. ഇങ്ങനെയൊക്കെ നിയമങ്ങൾ ഉണ്ടെങ്കിലും ഇതിനൊക്കെ എതിരെ എന്ത് ചെയ്യാറുണ്ട്, കാര്യങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. നോക്കിയേ, എന്തുകൊണ്ടാണ്, എന്തൊക്കെയാവാം അതിന്റെ കാരണങ്ങൾ? ജനങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങൾ, അല്ലെ? ഇനി അതായത് നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നേരിടുന്ന വിവിധ തരം വെല്ലുവിളികളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങൾ, പൂർണ്ണമായി ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ, പിന്നെ നിയമങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങളായിട്ട് പറയുന്നത്. വ്യത്യസ്ത താല്പര്യങ്ങളുള്ള സമൂഹമാണ് നമ്മുടേത്. നമ്മുടേത് തന്നെ ഡൈവേഴ്സ് ആയിട്ടുള്ള സമൂഹമാണ്. അവർക്കൊക്കെ എന്താണ്, വ്യത്യസ്ത താല്പര്യങ്ങളാണുള്ളത്. എങ്കിലും പൊതു നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ഭരണഘടനാപരമായി ബാധ്യസ്ഥരാണ്. നിയമങ്ങൾ എന്ത് കൊണ്ടുവന്നാലും അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരെയുള്ള അഭിപ്രായങ്ങളും സമരങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്, അല്ലെ? ഒരു നിയമം വരുമ്പോൾ, അപ്പൊ അമ്മേനെ തല്ലിയ രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെ നിയമം വരുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന ആളുകൾ ഉണ്ടാവും, അതിനെ എതിർക്കുന്ന ആളുകൾ ഉണ്ടാവും, അല്ലെ? അത് ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികവുമാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതെല്ലാത്തിനും അവര് അതിനെതിരെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഇതങ്ങ് ഒഴിവാക്കാൻ വേണ്ടി കൊണ്ട് പറ്റും. ഇപ്പൊ സ്ത്രീധന നിരോധന നിയമം വരുന്നു. അപ്പൊ ഒരു പക്ഷം പറയും, അയ്യോ അതുകൊണ്ട് കുറെ ആൾക്കാർക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ വേറൊരു രീതിയിൽ ചിന്തിക്കുന്ന സമയത്തോ, അല്ലെ? അപ്പൊ അങ്ങനെ എന്ത് നിയമം കൊണ്ടുവന്നാലും അതിന് രണ്ട് പക്ഷം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇതൊക്കെ എന്താ, ജനാധിപത്യത്തിൽ സ്വാഭാവികമാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഉയരുന്ന എതിർപ്പുകളെ ഭരണഘടനാപരമായും ജനാധിപത്യപരമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നേരിടുന്നത്. ക്ലിയർ അല്ലേ? ഭരണഘടനാപരമായി എന്ന് പറഞ്ഞാൽ അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, ജനാധിപത്യപരമായിട്ടാണ് ഇതിൽ എന്ത് ചെയ്യേണ്ടത്, ഇടപെടേണ്ടത് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ 7ാം ക്ലാസ്സിലെ ഈ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? പറഞ്ഞു വന്നത് ഹിസ്റ്ററിനെ കുറിച്ചാണ്, അല്ലെ? ആദ്യം ഹിസ്റ്ററിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് INC-ന്റെ രൂപീകരണം, അതിന്റെ ലക്ഷ്യങ്ങൾ പറഞ്ഞു, അത് ഭരണഘടനയിലേക്ക് എത്തിച്ചത് പറഞ്ഞു,
പറഞ്ഞു. ഭരണഘടനയുടെ സവിശേഷതകളും ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിയമങ്ങൾ എപ്പോഴും ഭരണഘടനയ്ക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞു. ആ നിയമത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചു വെച്ചൊരു നിയമമാണ് ഇവിടെ പോക്സോ നിയമം. അതിലെ വകുപ്പ് 19ഉം 44ഉം എടുത്തു പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഭരണഘടനക്ക് വന്നിട്ടുള്ള നാൾവഴികളിലൂടെ കുറച്ച് പോയി. പിന്നെ നിയമങ്ങൾ നടപ്പാക്കുന്നതിനുള്ള പ്രശ്നങ്ങളും, അതായത് ഇന്ത്യയിലെ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നുള്ളതും എന്ത് ചെയ്തത് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 7ാം ക്ലാസ്സിലെ പാഠമാണെന്ന് വെച്ചിട്ട് തള്ളിക്കളയേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തൊക്കെ എക്സ്ട്രാ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ട് എന്നുള്ളതും. ഈ അടുത്തായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എത്രയൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള പുതിയ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എന്തായാലും ക്ലാസ്സുകൾ കാണുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോൾ എക്സാം നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നടത്തുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നല്ലവണ്ണം പഠിക്കുക, നല്ലവണ്ണം റിവൈസ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക്